ഇന്ത്യയുടെ കാർഷിക മേഖലയെയും പരമാധികാരത്തെയും അടിയറ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ കരാർ. മാസങ്ങളായി തടസ്സപ്പെട്ടിരുന്ന കരാറിൽ ട്രംപുമായുള്ള ഫോൺ കോളിന് പിന്നാലെ അടിയന്തിരമായി ഒപ്പുവെച്ചതിന് പിന്നിൽ വലിയ ഭീഷണിയുണ്ടെന്ന ഗുരുതരമായ ആരോപണമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. പഞ്ചാബിലെ റാലിയിൽ പങ്കെടുക്കവേ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കർഷകരുമായി രാഹുൽ ഗാന്ധി പങ്കുവച്ചത്. രാജ്യത്തെ വരാനിരിക്കുന്ന വലിയ സാമ്പത്തിക തകർച്ചയെക്കുറിച്ചുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി റാലിയിൽ പങ്കെടുക്കാൻ എത്തുന്നതിന് തൊട്ടു മുൻപാണ് പ്രധാനമന്ത്രിയും ഡൊണാൾഡ് ട്രംപും ഫോൺ കോൾ നടത്തിയതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ആ ഫോൺ കോളിന് പിന്നാലെയാണ് മാസങ്ങളായി അനക്കമില്ലാതിരുന്ന കരാറുകളെ എടുപിടിയിൽ ഒപ്പുവെച്ച് പാസാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണി പൂർണ്ണമായും തീരെഴുതി കൊടുക്കുന്ന കരാറാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. സോയാബീൻ മുതൽ ആപ്പിൾ വരെ അമേരിക്കയിൽ നിന്ന് കുറഞ്ഞ വിലക്കെത്തുമ്പോൾ ഇന്ത്യൻ കർഷകന്റെ കഴുത്തിന് കത്തിവെക്കുന്ന നടപടിയാണ് മോദി കരാറിലൂടെ മുൻപോട്ട് വെച്ചിരിക്കുന്നതെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. സോയാബീൻ, പരുത്തി, ആപ്പിൾ, അണ്ടിപ്പരിപ്പ്, വാൾനട്ട് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ ഇന്ത്യൻ വിപണിയിൽ എത്തുന്നതോടെ ഇന്ത്യൻ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിവുണ്ടാവുകയും വിപണി തകർച്ചയ്ക്കും കാരണമാകും. ഇതോടൊപ്പം അമേരിക്കയിൽ നിന്ന് വലിയ തോതിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള തീരുമാനവും രാജ്യത്തെ ചെറുകിട വ്യവസായങ്ങളെ തളർത്തുമെന്ന ആശങ്കയും രാഹുൽ പങ്കുവച്ചു. അമേരിക്കൻ കൂറ്റൻ ഫാമുകളിലെ ഉൽപ്പന്നങ്ങളുമായി മത്സരിക്കാൻ കെൽപ്പില്ലാത്ത പാവപ്പെട്ട കർഷകരുടെ നെഞ്ചത്ത് ആണിയടിക്കുന്ന കരാറിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നതെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. ഇന്ത്യൻ കർഷകരെ തകർക്കുന്നതോടുകൂടി കരാറിലെ കുരുക്കുകൾ അഴിയുന്നില്ലെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. കർഷകരുടെ അന്നം മുട്ടിക്കുന്നത് പോരാതെ ജനങ്ങളുടെ സ്വകാര്യതയും വിറ്റ് കീശ വെറുപ്പിക്കാനാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഡാറ്റ സുരക്ഷ ബലികഴിച്ച് ഇന്ത്യൻ ജനതയുടെ ഫോൺ വിവരങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ സ്വകാര്യതയും അമേരിക്കൻ കമ്പനികൾക്ക് കൈമാറാനുള്ള തീരുമാനവും പ്രധാനമന്ത്രി ഇതിനോടകം കൈക്കൊണ്ടു കഴിഞ്ഞു. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സമ്പത്തായി കണക്കാക്കുന്ന ജനങ്ങളുടെ ഡേറ്റ അമേരിക്കയ്ക്ക് കൈമാറുന്നതിനും കരാറിൽ വ്യവസ്ഥയുണ്ട്. ഫോൺ ഉപയോഗം മുതൽ സമൂഹ മാധ്യമങ്ങളിലെ വിവരങ്ങൾ വരെ അമേരിക്കൻ കമ്പനികൾക്ക് ലഭ്യമാകുന്ന സാഹചര്യമാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള വലിയൊരു കടന്നുകയറ്റമാണിതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അമേരിക്കൻ കമ്പനികൾക്ക് 20 വർഷത്തെ നികുതി ഇളവുകളും കരാറിൽ നൽകിയിട്ടുണ്ട്. വിദേശ കമ്പനികൾക്ക് കൊള്ളലാഭമുണ്ടാക്കാൻ 20 വർഷത്തെ നികുതി ഇളവുകളും കരാർ ഒപ്പുവെച്ചതുവഴി വാരിക്കോരി നൽകിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ധനവില ഇനിയും കുതിച്ചുയരുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്ന രീതി നിർത്തി അമേരിക്ക നിർദ്ദേശിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് മാത്രം എണ്ണ വാങ്ങാനാണ് കരാറിലൂടെ തീരുമാനമായിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെയും സാധാരണക്കാരുടെ ബജറ്റിനെയും താളം തെറ്റിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിക്കൊണ്ടിരുന്ന ഇന്ത്യ ഇനി മുതൽ അമേരിക്ക നിർദ്ദേശിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് മാത്രം എണ്ണ വാങ്ങുന്ന രീതിയിലേക്ക് മാറുമെന്നും കരാറിലെ വിവരങ്ങൾ ഉദ്ധരിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു. അദാനി വിഷയത്തിലും അമേരിക്കൻ വ്യവസായി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകൾ ഉപയോഗിച്ചും പ്രധാനമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണവും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് കർഷകർക്കും വ്യവസായികൾക്കും തിരിച്ചടിയാകുന്ന തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടതെന്ന് രാഹുൽ ഗാന്ധി റാലിയിൽ ആരോപിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ BJP കേന്ദ്രങ്ങളെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. മോദി ഏകാധിപത്യപരമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന തരത്തിൽ BJPയിൽ തന്നെ അസ്വാരസ്യങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണിത്. BJP മുതിർന്ന നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി അടക്കം മോദി ഇന്ത്യ അമേരിക്കയ്ക്ക് വിൽക്കുമെന്ന മുന്നറിയിപ്പ് പലവരും നൽകിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളടക്കം ശരിവെക്കുന്നതാണ് രാഹുൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ. റാലിയിലെ രാഹുലിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കൂടി ചേർക്കുന്നു. भाइयों और बहनों, आपको एक बात समझनी है. 4 महीने के लिए यूएस और इंडिया की जो डील थी वो रुकी पड़ी हुई थी, वो आगे नहीं बढ़ रही थी. एक्सपर्ट से मैंने पूछा, महीनों से मैं पूछ रहा था कि ये डील फंसी क्यों है. जवाब मिलता था, ये डील इसलिए फंसी है क्योंकि अमेरिका हिंदुस्तान के एग्रीकल्चरल सेक्टर को खोलना चाहता है और हमारी सरकार एग्रीकल्चर सेक्टर को नहीं खोलना चाहती है. यह जवाब मिलता था. 4 महीने भाइयों और बहनों कुछ नहीं हुआ. जैसे ही मैंने भाषण शुरू किया, भाषण रोका, उसी शाम मेरा भाषण चल रहा था, रोक रहे थे मुझे, और हिंदुस्तान के प्रधानमंत्री का फोन जाता है. किसको जाता है? डोनाल्ड ट्रंप को जाता है. ये मैंने नहीं कहा, ये डोनाल्ड ट्रंप ने ट्वीट किया है कि हिंदुस्तान के प्रधानमंत्री ने मुझे कुछ मिनट पहले फोन किया है. तकरीबन 6 बजे शाम को
प्रधानमंत्री जी डोनाल्ड ट्रंप को फोन करते हैं, ना कैबिनेट से पूछा, ना कृषि मंत्री से पूछा, ना राजनाथ सिंह से पूछा, ना जयशंकर से पूछा, सीधा डोनाल्ड ट्रंप को कह दिया कि मैं डील करने को तैयार हूं। भाइयों और बहनों, डील में हिंदुस्तान ने अमेरिका को क्या दिया मैं आपको बताना चाहता हूं। सबसे पहले सोयाबीन, दाल, कपास, फल, बादाम, अखरोट, ये सारा का सारा अमेरिका को दे दिया है। हमारे किसान मैकेनाइज नहीं है, छोटे खेत है उनके पास, किसी का 5 एकड़ का खेत है, किसी का 2 एकड़ का खेत है। अमेरिका के खेत 500, 1000, 2000, 5000 एकड़ के होते हैं, उसमें पूरा मैकेनाइजेशन है। नरेंद्र मोदी जी ने एग्रीकल्चर सेक्टर का दरवाजा खोल दिया है। हिमाचल, पंजाब, हरियाणा, मध्य प्रदेश, महाराष्ट्र, राजस्थान, छत्तीसगढ़, उड़ीसा, इन सब प्रदेशों के किसान बर्बाद होने जा रहे हैं। मैं आपको बता रहा हूं, नरेंद्र मोदी जी ने दरवाजा खोल दिया है। अमेरिका का माल अंदर आएगा और हमारा किसान बर्बाद हो जाएगा। यह काम नरेंद्र मोदी करना नहीं चाहता था, मैं जानता हूं, क्योंकि 4 महीने से वो इस काम को रोकने की कोशिश कर रहा था। हमारे कनेक्शन है सरकार में, ब्यूरोक्रेट्स को हम जानते हैं। हम पूछते थे कि भैया बाकी सब ठीक है, कृषि का सेक्टर तो नहीं खोल रहे हो? वो कहते थे नहीं खोल रहे। हिंदुस्तान का कोई प्रधानमंत्री, चाहे वो कांग्रेस पार्टी का हो, चाहे वो बीजेपी का हो, किसी और पार्टी का हो, एग्रीकल्चर सेक्टर को नहीं खोल सकता है। कोई भी प्रधानमंत्री नहीं खोल सकता है। तो सवाल उठता है कि नरेंद्र मोदी ने जो काम 4 महीने के लिए नहीं किया, उस काम को उसने 15 मिनट में क्यों कर दिया? यह सवाल है। यूएस डील में सिर्फ कृषि का दरवाजा नहीं खोला,